താളം ബോർഡ്, കരിപ്പട്ടി ബോർഡ്, കരിക്ക് തേങ്ങ, തിരുവിപ്പോട്, മാച്ചുവൈ, മറച്ചുവൈ, മച്ചമന്ത, ഒളിച്ചുവൈ. 17 കൊല്ലമായി ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്ന ബിർജിൻ ശബരിയപ്പന് കടൽ അന്നദാതാവാണ്. നിരവധി മനുഷ്യരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ച ബിർജിൻ കടലോരത്തെ പൊള്ളുന്ന അനുഭവങ്ങളെ എഴുതാനും മറന്നില്ല. ഒടുവിൽ എഴുതിയ പുസ്തകങ്ങളുടെ വായനയും കടൽ കടന്നിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഞാൻ 6 പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ 2 പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പുസ്തകം ഹിന്ദി പ്രചാരസഭ ചെയ്യുന്നുണ്ട്. അതവർ ഏകദേശം വർക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഗാർഡായി ജോലി ചെയ്യുമ്പോഴും ബിർജിന് എഴുത്ത് ഒരു സമരായുധമാണ്. കടലോര ജീവിതത്തിന്റെ മിത്തും യാഥാർത്ഥ്യവും തന്റെ കഥകൾക്കും നോവലിനും ആധാരമായപ്പോൾ വായനക്കാരായി വിദേശികളും എത്തി. കാളത്തടിയിൽ നിന്ന് ചുവന്ന ആകാശം കണ്ടു എന്ന പുസ്തകം എഴുതിയപ്പോൾ വിദേശികൾ പറയുകയാണ്, ഞങ്ങൾക്ക് ആ പുസ്തകം വായിക്കണ്ടേ, ഞങ്ങൾക്ക് ആ പുസ്തകം ഇംഗ്ലീഷിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ, ഞങ്ങളും വായിക്കട്ടെ എന്ന്. ഞാനത് തോമസ് ജോർജ് ശാന്തിനഗർ എന്ന് പറഞ്ഞ സാറിനെ കണ്ട്, സാറേ ഈ പുസ്തകം ഒന്ന് ഇംഗ്ലീഷിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഐഡ എന്ന് പറയുന്ന ഒരു വിദേശി ഇറ്റലിയിൽ നിന്നാണ് വന്നത്. ഇംഗ്ലീഷ് പുസ്തകം എഴുതിയ ബിർജിനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ. പിന്നെ ആ മദാമ എന്ത് ഒരു സന്തോഷം കൊണ്ട് അടക്കം വയ്യാതെ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ വരികയാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ നമ്മുടെ ധീരത്തിൻ്റെ കഥ എഴുതി, നീ കടലിൻ്റെ എഴുത്തുമുത്താണ് എന്നിട്ട് പറഞ്ഞു. ഇനി എഴുതിയിട്ട് അടുത്ത ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി കൊണ്ടുവേണം ഇനി എനിക്ക് തരാനായിട്ട്. സ്കൂൾ ജീവിതം എനിക്ക് വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. ഒരു ബുക്ക് പോലും വാങ്ങിച്ചു തരാൻ വീട്ടുകാർക്ക് കഴിയില്ലായിരുന്നു. ആ പഴയ ഓർമ്മകൾ നോക്കുമ്പോൾ നമ്മൾ വിങ്ങിക്കരയും. ജനിച്ച് വളർന്നതെല്ലാം പൂവാറാണ്. പൂവാർ സ്കൂളിലൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ കഥയുടെ പശ്ചാത്തലങ്ങൾ കൂടുതൽ എഴുതുന്നത് പൂവാർന്നാണ്. 2012 മികച്ച ലൈഫ് ഗാർഡിനുള്ള പുരസ്കാരം ബിർജിനെ തേടിയെത്തി. എന്നാൽ ഇനിയും ജോലിയിൽ സ്ഥിരപ്പെടുത്താത്തതിൻ്റെയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നതിൻ്റെയും വേദനയും പേറി ബീച്ചിലെത്തുന്നവരുടെ കാവൽക്കാരനായി അയാൾ നമ്മുടെ തീരങ്ങളിലുണ്ട്. സ്വദേശ വിദേശ സഞ്ചാരികളെ രക്ഷപ്പെടുത്തിയതിന് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ കണക്കുകളില്ല. അത്രയേറെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുവെങ്കിലും ഈ ഒരു തൊഴിലിനെ ഒരു സ്ഥിരം തൊഴിലായി കാണുവാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന വേവലാതിയും ലൈഫ് ഗാർഡുകൾക്കുണ്ട്. സാധാരണ വളരെ വില കുറഞ്ഞ റെസ്ക്യൂ ആണ് ഇത് കൊണ്ടുവരുന്നത്. നമ്മൾ നല്ല റെസ്ക്യൂ ആണ് കൊണ്ടുവരേണ്ടത്. അതിനെ കൊണ്ടുപോയി ഈ തിരമാലകളോട് മല്ലടിച്ച് ഈ വേണം അവരൻ്റെ ജീവനെ രക്ഷപ്പെടുത്തി നമ്മൾ കരകൊണ്ടെത്തിക്കാൻ. എല്ലാവരും കാണുന്നു, പത്രങ്ങളിൽ വായിക്കുന്നു, രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വേണ്ട ആധുനിക സംവിധാനങ്ങൾ ആരും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പോലെയാണ് നമുക്ക് ഈ തൊഴിലും. നമ്മൾ ഇവിടെ കാറ്റ് വന്നാലും മഴ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും നമ്മൾ ഈ തൊഴിൽ സ്ഥിരമായിട്ട് ചെയ്യണം. വന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കഞ്ഞി വേവില്ല. ലൈഫ് ഗാർഡ് ആശുപത്രിയിലായാൽ അവന് ഇൻഷുറൻസ് ഇല്ല, അതുപോലെ ചികിത്സാ സഹായങ്ങളില്ല. സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യം പോലും ഇതിലില്ല എന്നുള്ളതാണ് വാസ്തവം. തട്ടാൻ കല്ലേട് നൊത്തോലി വല വന്നാലോ നൊത്തോലി തീറ്റിക്കാം, ചാള വല വന്നാലോ ചാള തീറ്റിക്കാം.